ഹായ് ഗൈസ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻഷ്യൻ ഇന്ത്യൻ യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ, ഇന്ത്യയിൽ ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ പുതിയതായിട്ട് UGC നെറ്റിൻ്റെ അതുപോലെ തന്നെ ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ ഏതൊക്കെയായിരുന്നു ആ പഴയ യൂണിവേഴ്സിറ്റികൾ, അതിൻ്റെ പ്രധാനപ്പെട്ട സ്കോളേഴ്സ് ആരൊക്കെയായിരുന്നു, എന്താണ് അതിനെ സ്പെഷ്യൽ ആക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ആദ്യമായിട്ട് നമുക്കിവിടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസിന്റെ നെയിംസ് ഇവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും ഫസ്റ്റ് തക്ഷശിലയാണ്. തക്ഷശില അല്ലെങ്കിൽ തക്ഷശില എന്നറിയപ്പെടുന്ന ഇതാണ് ഏറ്റവും ഫസ്റ്റ് യൂണിവേഴ്സിറ്റി. അങ്ങനെ നളന്ദ വരുന്നുണ്ട്, അതുപോലെ തന്നെ വിക്രംശില, ഓദാൻപുരി വരുന്നുണ്ട്, പിന്നെ ജഗദ്ദല, അതുപോലെ തന്നെ മിഥില വരുന്നുണ്ട്, പിന്നെ വല്ലഭി, അതുപോലെ തന്നെ ഉജ്ജയിൻ, പിന്നെ നവദ്വീപ്, ബംഗാളിൽ ഉണ്ടായിരുന്ന നവദ്വീപ് തുടങ്ങിയിട്ടുള്ള യൂണിവേഴ്സിറ്റീസ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. സോ നമ്മുടെ ഈ ആൻഷ്യൻ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഒരു ലെഗസി ഓഫ് ലേണിംഗ് ഉണ്ട്. ഇവിടുത്തെ വിദ്യാഭ്യാസത്തിന്റെ അല്ലെങ്കിൽ പഠനത്തിന്റെ എഡ്യൂക്കേഷന്റെ ഒരു ലെഗസി ഉണ്ട്. അതായത് വേൾഡിൽ തന്നെ ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റികൾ പലതും ഇന്ത്യയിലാണ് ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഏഷ്യയിലെ തന്നെ പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ഓഫ് കോഴ്സ് ഇന്ത്യയിലാണ് ഉണ്ടായിരുന്നത്. ഒരുപാട് സ്കോളേഴ്സ് ചൈനയിൽ നിന്ന്, ടിബറ്റിൽ നിന്ന്, അതുപോലെ തന്നെ കൊറിയ, ശ്രീലങ്ക, പിന്നെ സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നിട്ട് ഇന്ത്യയിലെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഈ യൂണിവേഴ്സിറ്റികൾ അവർ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് സ്കോളേഴ്സിന്റെ പേര് നമുക്ക് ഈ രീതിയിൽ കാണാൻ വേണ്ടി പറ്റും. ഏകദേശം ഇന്ത്യയുടെ ആ ഒരു ഒരുപാട് കാലത്തെ ഒരു ഇന്റലക്ച്വൽ ഒരു എക്സലൻസ് ആണ് ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏഷ്യയിൽ തന്നെ ഒരുപാട് പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റീസിൽ ഇന്ത്യയെ ഒരു പേര് ചേർക്കാനുള്ള കാരണമായിട്ടുള്ളത്. ഏകദേശം 2 മില്യൻ വരെ ഇന്ത്യയിൽ ഈ യൂണിവേഴ്സിറ്റി നിലനിന്നിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. സോ ആദ്യം നമ്മൾ ടൈം ലൈൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5ാം സെഞ്ചുറി BC മുതലാണ് ശരിക്കും ഇതിന്റെ സ്റ്റാർട്ടിങ് വരുന്നത്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് യൂണിവേഴ്സിറ്റീസ് സ്റ്റാർട്ടിങ് വരുന്നത്. പിന്നെ അവിടുന്ന് അങ്ങോട്ട് പിന്നെ 5th സെഞ്ചുറി CE വരുന്നുണ്ട്. പിന്നെ 8th സെഞ്ചുറിയിൽ 12ാം നൂറ്റാണ്ടിൽ അങ്ങനെ തുടങ്ങി 13ാം നൂറ്റാണ്ട് വരെ ഏകദേശം ഈ ആൻഷ്യൻ യൂണിവേഴ്സിറ്റീസ് നിലനിൽക്കുന്നുണ്ട്. 13ാം നൂറ്റാണ്ടിന് ശേഷമാണ് പ്രധാനമായിട്ടും ഒരു ഡിക്ലൈൻ കാണുന്നത്. ഇതിൽ പ്രധാനപ്പെട്ട ഫീൽഡ് ഓഫ് സ്റ്റഡീസ് ഏതൊക്കെയാണ് ഈ യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടായിരുന്നത് എന്ന് ചോദിച്ചാൽ മെഡിസിൻ ഉണ്ടായിരുന്നു, ലോജിക്, അതുപോലെ തന്നെ മാത്തമാറ്റിക്സ്, ഫിലോസഫി, ആസ്ട്രോണമി, അതുപോലെ തന്നെ പല യൂണിവേഴ്സിറ്റീസും ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആയിരുന്നു. സോ ബുദ്ധിസ്റ്റ് ആൻഡ് വേദിക് സ്റ്റഡീസും നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇനി ഏറ്റവും ഫസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ഏതാണെന്ന് നോക്കാം. തക്ഷശില എന്നറിയപ്പെടുന്ന അതല്ലെങ്കിൽ തക്ഷശില അല്ലെങ്കിൽ തക്ഷശില എന്നറിയപ്പെടുന്ന ഈ യൂണിവേഴ്സിറ്റിയാണ് ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് ഗ്രേറ്റ് യൂണിവേഴ്സിറ്റി, ഏറ്റവും പഴക്കം ചെന്ന യൂണിവേഴ്സിറ്റി ഇതാണ്. ഇതിന്റെ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് കറന്റ്ലി പ്രസന്റ് ഡേ പാകിസ്ഥാനിലാണ് ഈ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. മാത്രമല്ല ഇത് പ്രൈമറിലി ഒരു ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഒരു ബുദ്ധിസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ല, ബ്രാഹ്മണിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിരുന്നു. ഓക്കെ, ബുദ്ധിസ്റ്റ് അല്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഇവിടുത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മെഡിസിൻ, മാത്തമാറ്റിക്സ്, പൊളിറ്റിക്സ്, അതുപോലെ മിലിറ്ററി സയൻസ്, ഗ്രാമർ ഉണ്ടായിരുന്നു. കാരണം നമുക്ക് ഇവിടുത്തെ സ്കോളേഴ്സിനെ ജസ്റ്റ് നോക്കിയാൽ മതി. ഏറ്റവും ഫസ്റ്റ് നമുക്ക് വിഷ്ണുഗുപ്ത വരുന്നത്. വിഷ്ണുഗുപ്ത അർത്ഥശാസ്ത്രത്തിലൊക്കെ ഓതറായിട്ടുള്ള വിഷ്ണുഗുപ്ത ഇവിടെയാണ് പഠിച്ചിട്ടുള്ളത്. മറ്റൊന്ന് പനിനി, ഗ്രേറ്റസ്റ്റ് സാൻസ്ക്രിറ്റ് ഗ്രാമേറിയൻ എന്നറിയപ്പെടുന്ന ഗ്രാമറുമായി ബന്ധപ്പെട്ട ഒരുപാട് വർക്കുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പനിനി ഇവിടെയാണ് ഈ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചിട്ടുള്ളത്. ജീവക, മെഡിസിനിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സ്കോളറാണ് ജീവക. അതുപോലെ തന്നെ ഫിസിഷ്യനാണ്. അതുപോലെ തന്നെ ചരക, മെഡിക്കൽ എക്സ്പെർട്ട് ആയിട്ടുള്ള ചരക, പിന്നെ സുശ്രുത, ഇവരൊക്കെ വരുന്നത് സർജറിന്റെ ഒക്കെ ഫാദറായിട്ട് അറിയപ്പെടുന്ന സുശ്രുതയൊക്കെ വരുന്നത് ഈ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ്. സോ ഈ സ്കോളേഴ്സിന്റെ പേര് നിർബന്ധമായിട്ട് നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നളന്ദയാണ് അടുത്തൊരു യൂണിവേഴ്സിറ്റി. നമ്മളെല്ലാവരും പേര് കേട്ടിട്ടുള്ള ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള നിൽക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓക്സ്ഫോർഡ് ഓഫ് ഏൻഷ്യന്റ് ഇന്ത്യ എന്നറിയപ്പെടുന്ന അങ്ങനത്തെ യൂണിവേഴ്സിറ്റികളാണ് നളന്ദ. ഇത് ബീഹാറിലാണ് കറന്റ്ലി. ഇപ്പോഴത്തെ ലൊക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബീഹാറിലാണ് നളന്ദ വരുന്നത്. മാത്രമല്ല ഇപ്പോൾ ഒരു പുതിയ നളന്ദ യൂണിവേഴ്സിറ്റിയുടെ അതിന്റെ പ്രവർത്തനം മറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമ്പീരിയൽ ഗുപ്താസ് ആണ് ആക്ച്വലി ഈ യൂണിവേഴ്സിറ്റിയെ, നളന്ദ യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കൺസ്ട്രക്ഷൻ ഒക്കെ നടത്തുന്നത്. മാത്രമല്ല ഇവരാണ് ഇതിനെ പിന്നീട് എക്സ്പാൻഡ് ചെയ്യുന്നതൊക്കെ. ഇതിൽ മഹായാന ബുദ്ധിസം, അതുപോലെ തന്നെ ഫിലോസഫി, മാത്തമാറ്റിക്സ്, ആസ്ട്രോണമി, മെഡിസിൻ തുടങ്ങിയുള്ള സബ്ജക്ട്സ് ആണ് ഏറ്റവും പ്രധാനമായിട്ട് പഠിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ഇനി ഇവിടുത്തെ സ്കോളേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആര്യഭട്ടയാണ് ഏറ്റവും ഫേമസ് സ്കോളർ. നമുക്കറിയാം 0 ലോകത്തിന് സംഭാവന ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ, ആര്യഭട്ടയാണ് ഇവിടുത്തെ വില്ലേജ് സ്കോളറായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നാഗാർജുന വരുന്നുണ്ട്. അതുപോലെ തന്നെ ചൈനീസ് സ്കോളർ ആയിട്ടുള്ള സിയാൻസാങ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, വിസിറ്റ് ചെയ്യുന്നുണ്ട്. നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് ഫോറിൻ കൺട്രീസ് നിന്നുള്ള സ്കോളേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈനീസ് സ്കോളർ ആയിട്ടുള്ള യുവാൻസാങ് ഇവിടെ വന്നിട്ട് പഠിക്കുന്നത്. ഇത് 2016 യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് മാറുന്നത്. ഓക്കെ,
ഇതിനെക്കുറിച്ചുള്ള ഫാക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 10,000-ഓളം സ്റ്റുഡൻസ് ഇവിടെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നത്. 2,000-ഓളം ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. 6 മേജർ കോളേജ് ഈ നളന്ദ യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ ഒരു ഫേമസ് ലൈബ്രറി ഉണ്ട്. ഇവിടെ ഫേമസ് ലൈബ്രറിയുടെ പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്. ധർമ്മജ്ഞാന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഫേമസ് ഒരു റെപ്പോസിറ്ററി ഓഫ് ദ ഏൻഷ്യന്റ് നോളജ് എന്ന് അറിയപ്പെടാൻ പറ്റുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു മാസീവ് ലൈബ്രറി ഇവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ഇനി അടുത്ത യൂണിവേഴ്സിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ വിക്രംശിലയാണ് മറ്റൊരു യൂണിവേഴ്സിറ്റി. വിക്രംശില അതുപോലെ തന്നെ ഓതാന്തുപുരി. വിക്രംശില നോക്കുകയാണെങ്കിൽ ബാഗൽപൂർ, ബീഹാറിലെ ബാഗൽപൂരിലാണ് നിലനിൽക്കുന്നത്. ഇന്നത്തെ ബാഗൽപൂരിലായിട്ടാണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത്. ഏകദേശം 8ാം സെഞ്ചുറിയിലാണ് ധർമ്മപാല, പാലഡിനാസിലെ ധർമ്മപാലയാണ് വിക്രംശില യൂണിവേഴ്സിറ്റി ഫൗണ്ട് ചെയ്യുന്നത്. ഇതിലെ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ബുദ്ധിസ്റ്റ് യൂണിവേഴ്സിറ്റിയാണ് കേട്ടോ. ഇത് പിന്നെ വജ്രയാന ബുദ്ധിസം, താന്ത്രിക് ബുദ്ധിസം ഇതിലൊക്കെ ഫേമസ് ആണ്. മാത്രമല്ല സ്പിരിച്വൽ സ്റ്റഡീസ്, ടിബറ്റൻ സ്റ്റഡീസ് ഒക്കെയാണ് ഇവിടുത്തെ ഫേമസ് സബ്ജക്ട്സ്. ഇതിന്റെ പ്രധാനപ്പെട്ട 6 കോളേജസ് ഈ വിക്രംശില യൂണിവേഴ്സിറ്റിക്ക് കീഴിലായിട്ട് വരുന്നുണ്ട്. മാത്രമല്ല പിന്നെ ടിബറ്റുമായിട്ട് വളരെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. ഓതാന്തുപുരി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓതാന്തുപുരി ഇന്നത്തെ മോഡേൺ ഡേ ബീഹാറിൽ തന്നെയാണ് ഓതാന്തുപുരി വരുന്നത്. അപ്പോൾ ഓതാന്തുപുരിയിൽ തന്നെ ഇതും ആക്ച്വലി പാല റൂളേഴ്സ് ആണ് ഓതാന്തുപുരി വേണ്ടിയത് പിന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. മഗധ എന്ന് പറയുന്ന പ്ലേസിലാണ്. ഇതിന്റെ ഇമ്പോർട്ടൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഓൾഡസ്റ്റ് മഹാവീര, നളന്ദയ്ക്ക് ശേഷം വരുന്ന പിന്നെ മഹാവിഹാരസിലെ സെക്കൻഡ് ഓൾഡസ്റ്റ് മഹാവിഹാര ഓതാന്തുപുരിയാണെന്ന് പറയപ്പെടുന്നത്. ഓക്കെ, നളന്ദ യൂണിവേഴ്സിറ്റിയുടെ ശേഷം നിർമ്മിക്കപ്പെട്ട ഏറ്റവും വലിയ ബുദ്ധിസ്റ്റ് മഹാവിഹാരാസിൽ ഒന്നായിരുന്നു ഓതാന്തുപുരി. മാത്രമല്ല വൺ ഓഫ് ദ 5 ഗ്രേറ്റ് മഹാവിഹാരസ്, 5 ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മഹാവിഹാരസിന്റെ ബുദ്ധിസത്തിൽ അതിൽ ഒന്ന് നളന്ദ, അതുപോലെ തന്നെ വിക്രംശില, പിന്നെ ഓതാന്തുപുരി, പിന്നെ സോംപുര, അതുപോലെ തന്നെ ജഗദ്ദാന, ഇതൊക്കെയാണ്. അപ്പൊ ഇതിൽ ഓതാന്തുപുരിയാണ് 3ാമതായിട്ട് ലിസ്റ്റിൽ വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി അടുത്ത യൂണിവേഴ്സിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് യൂണിവേഴ്സിറ്റി വരുന്നത് ജഗദ്ദല അതുപോലെ തന്നെ മിഥില, ഈ 2 യൂണിവേഴ്സിറ്റീസ് ആണ്. ഇതിൽ ജഗദ്ദല യൂണിവേഴ്സിറ്റി രാജ രാംപാലയാണ് ഇതിനെ ഫൗണ്ട് ചെയ്തത്. പാല ഡൈനാസ്റ്റിയുടെ രാജാവാണ്. ഇത് ആക്ച്വലി ലൊക്കേഷൻ ബംഗാളിലാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. മാത്രമല്ല ഇതിൽ പ്രധാനമായിട്ടും ബുദ്ധിസ്റ്റ് സ്റ്റഡീസ്, പിന്നെ ബുദ്ധിസ്റ്റ് ടെക്സ്റ്റുകൾ ടിബറ്റനിലേക്ക് മാറ്റുന്ന, ഭാഷ മാറ്റുന്ന, അങ്ങനത്തെ തുടങ്ങിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ ജഗദ്ദല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കൂടുതൽ കാണാൻ പറ്റുന്നത്. ഇതിലെ ഏറ്റവും ഫേമസ് സ്കോളറാണ് വിഭൂതി ചന്ദ്ര എന്ന് പറയപ്പെടുന്ന സ്കോളറാണ് ഈ ജഗദ്ദല യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. ആക്ച്വലി ഒരു ബുദ്ധിസ്റ്റ് സ്കോളർ ആയിരുന്നു ഇദ്ദേഹം. മറ്റൊന്ന് മിഥില യൂണിവേഴ്സിറ്റിയാണ്. ഇത് ആക്ച്വലി ബീഹാറിലെ മിഥില റീജിയനിലാണ് വരുന്നത്. ഏകദേശം 12ാം നൂറ്റാണ്ടിലാണ് ഈ യൂണിവേഴ്സിറ്റി ഫേമസ് ആവുന്നത്. ഇവിടെ പ്രധാനമായിട്ടും ന്യായശാസ്ത്ര മീൻസ് ലോജിക്, അതുപോലെ തന്നെ സാൻസ്ക്രിറ്റ് ലേണിംഗ്സ്, സാൻസ്ക്രിറ്റിന്റെ പഠനങ്ങൾ, പിന്നെ ബ്രാഹ്മണിക്കൽ പഠനമൊക്കെയാണ് ഇവിടെ പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. ഓക്കെ, സോ ഈ 2 യൂണിവേഴ്സിറ്റിയുടെ പേര് കൂടി നമ്മൾ നോട്ട് ചെയ്ത് കൊടുക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് വരുന്നത് നമ്മുടെ വല്ലഭി, അതുപോലെ തന്നെ ഉജ്ജയിൻ, നവദ്വീപ്, ഈ 3 യൂണിവേഴ്സിറ്റീസാണ്. ഇതിൽ വല്ലഭി ആക്ച്വലി ഗുജറാത്തിലാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. ഇതിൽ പൊളിറ്റിക്കൽ സയൻസ്, അഡ്മിനിസ്ട്രേഷൻ, കൊമേഴ്സ്, ബുദ്ധിസ്റ്റ് സ്റ്റഡീസ് ഒക്കെയാണ് ഇതിലുണ്ടായിരുന്നത്. ഇത് ആക്ച്വലി നളന്ദന്റെ ഒരു റൈവൽ പോലെ നമുക്ക് കാണാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ്. മറ്റൊന്ന് പിന്നെ ഉജ്ജയിനാണ് അടുത്തൊരു യൂണിവേഴ്സിറ്റി. ഇത് മധ്യപ്രദേശിലാണ്, കറന്റ്ലി മധ്യപ്രദേശിലാണ് വരുന്നത്. ഇവിടെ ഉജ്ജയിൻ പ്രധാനമായിട്ടും ആസ്ട്രോണമിക് വെരി ഫേമസ് ആയിരുന്നു. അതുപോലെ തന്നെ മാത്തമാറ്റിക്സ് പഠിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ വരാഹ മിഹിരിയാണ് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട സ്കോളറായിട്ട് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. ഇദ്ദേഹം ഒരു ആസ്ട്രോണമറും പിന്നെ ഒരു മാത്തമാറ്റീഷ്യനും ആയിരുന്നു. മറ്റൊന്ന് നവദ്വീപാണ്. നവദ്വീപ് ബംഗാളിലാണ് വരുന്നത്. ഈ 3 യൂണിവേഴ്സിറ്റിയുടെ പ്ലേസ് നോക്കി നോക്കുക. ഒന്ന് ഗുജറാത്തിലാണ് വരുന്നത്, മറ്റൊന്ന് മധ്യപ്രദേശിലാണ്, മറ്റൊന്ന് കർണാടകയുടെ ബംഗാളിലാണ് വരുന്നത്. അപ്പൊ നവദ്വീപ് യൂണിവേഴ്സിറ്റി ആക്ച്വലി ലോജിക്കിന് വേണ്ടിയിട്ട്, അതായത് പിന്നെ നവ്യ ന്യായത്തിനൊക്കെ വേണ്ടി വെരി ഫേമസ് ആയിരുന്നു. ഈ ആൻഡ് സാൻസ്ക്രിറ്റ് പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് വെരി ഫേമസ് ആയിരുന്ന യൂണിവേഴ്സിറ്റി ആയിരുന്നു. ഇതിന്റെ സബ് സെന്റേഴ്സ് ആണ് നദിയ, അതുപോലെ തന്നെ ഗോപാൽപൂർ, അതുപോലെ തന്നെ ശാന്തിപൂർ. ഈ 3 സെന്റേഴ്സ് കൂടി നവദ്വീപ് യൂണിവേഴ്സിറ്റിക്ക് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് പിന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് പ്രീവിയസ് ഇയറിലൊക്കെ വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഏറ്റവും ഫസ്റ്റ് ഇവിടെ മാത്സ് പോലുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. 4 യൂണിവേഴ്സിറ്റീസ് കൊടുത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട സ്കോളേഴ്സിനെ, അതല്ലെങ്കിൽ ഏത് ഡൈനാസ്റ്റിയാണ് നിർമ്മിച്ചതെന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം ഇവിടെ നമ്മൾ ജസ്റ്റ് ഇപ്പോൾ പ്രീവിയസ് പഠിച്ചതിൽ നിന്ന് നമുക്ക് ഇതിന്റെ ആൻസർ പെട്ടെന്ന് കണ്ടാൻ പറ്റും. തക്ഷില നമുക്ക് ആരുമായിട്ടാണ് ചാണക്യമായിട്ടുമാണ് ബന്ധപ്പെട്ടിട്ടുള്ളത്. നമ്മൾ പ്രീവിയസ്ലി പഠിച്ചു. പിന്നെ വിഷ്ണുഗുപ്ത അല്ലെങ്കിൽ ചാണക്യ ഒക്കെ ഈ തക്ഷശില യൂണിവേഴ്സിറ്റിയുമായി ബന്ധപ്പെട്ടാണ് വർക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ രണ്ടാമത് പിന്നെ നളന്ദ കൺസിഡേർഡ് വേൾഡ്സ് ഫസ്റ്റ് റെസിഡൻഷ്യൽ യൂണിവേഴ്സിറ്റി എന്നറിയപ്പെടുന്നത് നളന്ദയാണ്. വളരെ പുരാതനമായിട്ടുള്ള യൂണിവേഴ്സിറ്റിയാണ്. പിന്നെ മൂന്നാമത് നമ്മൾ വിക്രംശിലയെ കുറിച്ച് നോക്കി. വിക്രംശില എന്താണ്? വജ്രയാൻ, അതുപോലെ തന്നെ താന്ത്രിക് ബുദ്ധിസത്തിന് വേണ്ടി വെരി ഫേമസ് ആയിരുന്നു. പിന്നെ ഓതാന്തുപുരി നമ്മൾ നോക്കി. ഓതാന്തുപുര ആക്ച്വലി പാല ഡൈനാസ്റ്റിയിലെ ഗോപാല പാലയാണ് എന്ത് ചെയ്യുന്നത്, നിർമ്മിക്കുന്നത്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 1 ആയിരിക്കും.
ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചൈനീസ് സ്കോളേഴ്സ് ആയിട്ടുള്ള ഐക്വിങ് അതുപോലെ തന്നെ ജിയാങ്സാങ് ഇവരൊക്കെ നളന്ദ യൂണിവേഴ്സിറ്റി ആരെ കാലത്താണ് വിസിറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആക്ച്വലി ഇവിടെ സെഞ്ചുറീസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ കറക്റ്റ് ആൻസർ വരുന്നത് ഇവരൊക്കെ ആക്ച്വലി വിസിറ്റ് ചെയ്യുന്നത് 7ാം സെഞ്ചുറിയിലാണ് വിസിറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയാണ് മാർക്ക് ചെയ്യപ്പെട്ടിട്ടുള്ളത്. സോ ഇതിൽ കറക്റ്റ് ആൻസർ ഓപ്ഷൻ നമ്പർ 2 ആണ്. 7th സെഞ്ചുറിയിലാണ് ഇവരൊക്കെ ഏകദേശം 635 മുതൽ 645 വരെയുള്ള കാലഘട്ടത്തിലാണ് ഇവരൊക്കെ വിസിറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇവിടെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഞാൻ കൊടുത്തിട്ടുണ്ട്. നളന്ദ യൂണിവേഴ്സിറ്റി ആക്ച്വലി കുമാരഗുപ്ത ഫസ്റ്റ് ആണ് ഫൗണ്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇവരെ ഗുപ്ത ഡൈനാസ്റ്റിയുടെ കാലഘട്ടത്തിലാണ് ഇത് നിർമ്മിക്കപ്പെടുന്നത്. വിക്രംശില യൂണിവേഴ്സിറ്റി ധർമ്മപാലാണ് പാല ഡൈനാസ്റ്റിയുടെ കീഴിലാണ് നിർമ്മിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ അഷ്ടാധ്യായി എന്ന് പറയുന്ന ഗ്രാമറ്റിക്കൽ വർക്കിന്റെ ഓദർ പാനിനിയാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, സാൻസ്ക്രിറ്റ് ഗ്രാമറിന്റെ. അതുപോലെ തന്നെ ലൈബ്രറി, നളന്ദയിലെ ഫേമസ് ലൈബ്രറി ധർമ്മജ്ഞാനം എന്നുള്ള പേരിലാണ്, അല്ലെങ്കിൽ ട്രഷറി ഓഫ് ട്രൂത്ത് എന്നറിയപ്പെടുന്ന ഈ പേരിലാണ് ഫേമസ് ആയിട്ടുള്ളത്. അതുപോലെ തന്നെ നളന്ദയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ലൈബ്രറി കോംപ്ലക്സ്, അത് 3 ബിൽഡിംഗ്സ് ആണ് ഉണ്ടായിരുന്നത്. 3 ബിൽഡിംഗ്സിന്റെ പേര് ഞാൻ ഇവിടെ ആക്ച്വലി ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ വജ്രയാന ബുദ്ധിസത്തിന് വേണ്ടി ഫേമസ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റി വിക്രംശിലയാണ്, ചന്ദ്രികാന്ത വജ്രയാന ബുദ്ധിസം നമ്മൾ നേരത്തെ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളാണ് പറയാനുള്ളത്. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, താങ്ക് യു, കീപ് ലേണിംഗ്.